പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണെന്ന്. ഞാൻ പിന്നെ കുടിച്ചില്ല, കളഞ്ഞു. അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി, ഞാൻ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് പറ്റിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് ഈ മേഖലയിൽ പഠിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെന്നല്ല, മലയാളികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ആര്, വാവാ സുരേഷ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമമുണ്ടായി. പല ഘട്ടത്തിലും കരയേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കാര്യം അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻ, അദ്ദേഹം ആ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഇമോഷൻ കണ്ടോ, അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു. നമ്മൾ എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും, നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പം എത്രയൊക്കെ 100% സാക്ഷരത നേടിയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, പഴയ ആ ഒരു മാടമ്പി സ്വഭാവം ഉണ്ടല്ലോ, അടിമയും ഉടമയും എന്ന് പറയുന്ന അതിന്നും കൈവിട്ട് പോയിട്ടില്ല. ഉന്നത കുലജാതി എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽപ്പുണ്ട്. അതൊന്നും മാറാൻ പോകുന്നില്ല. ഈ ജാതീയത, വർണ്ണവെറി, ഇതൊന്നും മാറാൻ പോകുന്നില്ല. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ജനങ്ങൾക്കിടയിൽ, അല്ലെ നമുക്കിടയിൽ, നമുക്കുള്ളിൽ തന്നെ അതുണ്ട്. അതിങ്ങനെയുള്ള മനുഷ്യന്മാർ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ചിലർ പറയും, ചിലർ പറയത്തില്ല. വാവാ സുരേഷിന് ഏറ്റത് അദ്ദേഹത്തിന് ഒരു മീഡിയ കിട്ടിയത് കൊണ്ട് അദ്ദേഹം അതിലൂടെ പറഞ്ഞു. ഇങ്ങനെ പറയാത്ത ആയിരക്കണക്കിന് വാവാ സുരേഷുമാർ കാണും. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ചിന്താഗതി എന്താണ് എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. മരിച്ചു കഴിഞ്ഞാൽ തീർന്ന്, അവിടം വരെ ഉള്ളു. എത്ര വലിയ കുലജാതനായാലും, എത്ര വലിയ കാശുള്ളവനായാലും, എത്ര വലിയ പണക്കാരനായാലും മരിച്ചു കഴിഞ്ഞാൽ തീർന്ന്. എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് നേരം വെളുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം ഇതിൻ്റെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ പോർഷനൂടെ നമുക്കൊന്ന് കേൾക്കാം. കൈയൊക്കെ കഴുകി ബാക്കിയുള്ള എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുത്തു, അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക്, അല്ല ഒരാഴ്ചയ്ക്ക് മുന്നേ, ഞാനിതുപോലൊരു പാവമുള്ള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വാഴക്കൊക്കെ കഴുകി, എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കയ്യിൽ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അറപ്പാട്ട് വെളുപ്പാട്ടൊക്കെ ഉണ്ടാകുന്ന പിള്ളേരെ മക്കളെ, സാധാരണക്കാരാണ് കേട്ടോ കൂടുതൽ. കൊച്ചുമക്കൾ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചുമക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവത്തിലുണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത്, എനിക്ക് ഒരുപാട് ഇത് അനുഭവങ്ങളുണ്ട്. അതിൽ നെയ്യാറ്റിൻകരയൊക്കെ അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ് തോന്നുന്നത്. അതേ പ്രിൻസിപ്പളോ മറ്റായിരുന്നു, അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു അന്ന്, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി, ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ പണ്ടും എൻ്റെ ചെറുപ്പത്തിലെ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാനല്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ പിന്നെ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി,
മുക്കാൽ മണിക്കൂറായി പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ എഴുതി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവർ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എൻ്റെ ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട്. പോട്ടെ. കണ്ടല്ലോ കൂട്ടുകാരെ, ഈ മനുഷ്യനോട് നമ്മൾ എന്തോ പറയുന്നത്? ലാഭേച്ഛയില്ലാതെ എല്ലാവർക്കും ഭയമുള്ള ഒരു ജീവിയായ പാമ്പ് അത് കയറുമ്പോൾ ഈ അദ്ദേഹത്തെ ഓടി വിളിക്കുന്നു, അദ്ദേഹം എവിടെ ആയാലും ഓടിപ്പറിച്ചെത്തുന്നു, നമുക്ക് വേണ്ടി അതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തോട് വിയോജിക്കുന്ന ഒരുപാട് പേരുണ്ട്, അത് നമുക്കറിയാം. ശാസ്ത്രീയമായല്ല പാമ്പ് പിടിക്കുന്നത്, അശാസ്ത്രീയമായാണ് എന്നൊക്കെ. ഈ ശാസ്ത്രീയമായ പാമ്പ് പിടുത്തമൊക്കെ ഇപ്പോൾ വന്നതല്ലേ. പണ്ട് പാമ്പിനെ കണ്ട നാട്ടുകാരെന്താ ചെയ്യുക? തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. അതിൽ നിന്നൊരു മാറ്റം പുള്ളി വന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ വാവാ സുരേഷ് വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും കാണാൻ തുടങ്ങിയത്. അതെന്തോ അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് കടക്കണ്ട അതിലേക്ക്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ബാത്റൂമിൽ, അതും പുറത്തുപയോഗിക്കുന്ന ബാത്റൂമിലെ മഗ്ഗിനകത്ത് കുടിക്കാൻ വെള്ളം കൊടുത്ത ഇവരൊക്കെ ഏത് അധ്യാപകരായിരിക്കും അവർ? ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരൊക്കെ എന്തറിവാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത്? അതും അല്ലാതെ ഒരു കൂട്ടുകാരൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസിന് വേണ്ടി പയ്യനെ കടയിൽ വിട്ടേക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞില്ലേ വരാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് വേറെ പരിപാടിയുണ്ടെന്ന്. എന്തിനാണ് ഈ വിവേചനം കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി പണി കാണിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറയാനൊരു വേദി കിട്ടിയ ഒരു വാവാ സുരേഷ്. ഇങ്ങനത്തെ വേദി കിട്ടാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാക്ഷരതയൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ മനുഷ്യത്വം ഉള്ളി വേണം. അവിടെ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും വിവേചനത്തിന് കാരണമാകല്ല്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോന്ന് മനസ്സിൽ എന്താ വന്നതെന്ന് നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് കണ്ടപ്പോൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. എനിക്ക് ഇമോഷണലി അത്രയ്ക്കും ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ അഭിപ്രായം അവസാനം വരെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. വിരോധമില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോസൊക്കെ ചാനലിലുണ്ട്, അതുകൂടെ കയറി ഒന്ന് കാണുക.